അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ സയ്യിദിനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഈ ആയത്ത് മൂസാ നബി അലൈഹിസ്സലാം ഇസ്രായേലിയരോട് ചെയ്ത പ്രസ്താവനയുടെ തുടർച്ചയായിരിക്കാനും അതേസമയം കഴിഞ്ഞ ആയത്തോടുകൂടി അദ്ദേഹത്തിൻ്റെ പ്രസ്താവന അവസാനിച്ച ശേഷം അള്ളാഹു മനുഷ്യരെ അഭിമുഖീകരിച്ച് ചോദിക്കുന്ന ചോദ്യമായിരിക്കുവാനും സാധ്യതയുണ്ട്. അതായത്, നിങ്ങൾക്ക് ഇതിനു മുമ്പ് വന്നവരുടെ വർത്തമാനം കിട്ടിയിട്ടില്ലേ? അഥവാ നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ ജനത, ഹൂദ് നബി അലൈഹിസ്സലാമിൻ്റെ ജനതയായ ആദിൻ്റെ ജനത ആദ്, സാലിഹ് നബി അലൈഹിസ്സലാമിൻ്റെ ജനതയായ സമൂദ്, അവരുടെ വർത്തമാനമൊക്കെ നിങ്ങൾക്ക് അറിയാലോ. അതേപോലെ തന്നെ അവരുടെ ശേഷം വന്ന ആൾക്കാരുടെയും. എന്നാൽ സാലിഹ് നബി അലൈഹിസ്സലാമിന് ശേഷം ഒരുപാട് പ്രവാചകന്മാർ വന്നിട്ടുണ്ട്. അവരെപ്പറ്റി അള്ളാഹ്ക്ക് മാത്രമേ അറിയുള്ളൂ. ആ ജനതയിലേക്കും അവരുടെ പ്രവാചകന്മാർ വ്യക്തമായ തെളിവുകളുമായിട്ട് വന്നിട്ടുണ്ട്. അതായത്, ലാ യഅലമുഹും ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാതെ അറിയുകയില്ലെന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം, പ്രസ്തുത 3 ജനതയുടെയും കാലശേഷം വളരെയധികം ജനങ്ങളും റസൂലുകളും കഴിഞ്ഞു പോയിട്ടുണ്ടെന്നും അവരെ സംബന്ധിച്ച ചരിത്രങ്ങൾ അള്ളാഹുവിന് മാത്രമേ അറിയുള്ളൂ എന്നുമാണ്. റദ്ദു ഐദിയഹും ഫി അഫ്വാഹിഹിം, അവരുടെ കൈകൾ അവരുടെ വായിലാക്കി എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം കോപം നിമിത്തം കൈകടിച്ചു എന്നാണെന്നും പ്രതിഷേധപൂർവം വായ പൊത്തി എന്നാണെന്നും അഭിപ്രായങ്ങളുണ്ട്. ഏതഭിപ്രായം സ്വീകരിച്ചാലും റസൂലുകളുടെ നേരെ പ്രതിഷേധവും നിഷേധവും പ്രകടിപ്പിക്കുകയാണ് അവർ ചെയ്തത് എന്നാണ് ഉദ്ദേശിക്കുന്നത്. വാഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.